മോസ്കോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഹോം മെയ്ഡ് ഷവർമയാണ് തയ്യാറാക്കുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ അതേ രുചിയിൽ തന്നെയുള്ള ഷവർമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ വീട്ടിലെ സ്റ്റവിൽ തന്നെയാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പപ്പടക്കോലിലാണ് ഈ ചിക്കൻ ഒന്ന് കുത്തിയെടുക്കേണ്ടത്. നമ്മൾ മാരിനേറ്റ് ചെയ്തൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പപ്പടക്കോലിലേക്ക് എല്ലാ ചിക്കനും ഒന്ന് കോർത്തെടുക്കണം. കൂടുതൽ പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 പപ്പടക്കോലുകളിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഒന്ന് കോർത്തെടുക്കുക. വളരെ കട്ടി കൂടിയ വലിയ പീസുകൾ എടുക്കരുത്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസുകളാണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് വലിയ പീസുകളാകുമ്പോൾ ചുട്ടെടുക്കാൻ കുറച്ചും കൂടി ടൈം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വലിയ പീസുകൾ എടുക്കുന്നില്ല, ചെറിയ ചെറിയ പീസുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് പപ്പടക്കോലിലേക്ക് കോർത്തെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവിലെ ആണിത് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ സാവകാശത്തിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും തീ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിലേക്ക് നന്നായി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ തിരിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ വശവും വേവുന്ന രീതിയിലേക്ക് ഗ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു കത്രിക ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഈ ചിക്കനെ വെട്ടിയെടുക്കാം. എന്നതിന് ശേഷം ഉൾവശം വേവ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വെട്ടിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഉൾവശം കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ എല്ലാം തന്നെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കത്രിക കൊണ്ട് നന്നായി ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട കുബൂസ് എല്ലാം തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവിൽ തന്നെ നമ്മുടെ കുബൂസ് എല്ലാം തന്നെ 2 വശവും ഒന്ന് പൊള്ളിച്ചെടുക്കുക. എല്ലാ കുബൂസും പൊള്ളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം മുറിച്ചെടുത്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ക്യാബേജ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ചിക്കനും ക്യാബേജും അതിലേക്ക് കുറച്ച് മയോണൈസും കൂടി ചേർത്തുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ മയോണൈസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നമുക്ക് പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മയോണൈസ് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് മയോണൈസും അതുപോലെ തന്നെ ഷവർമയൊക്കെ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതിന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മയോണൈസ് നമ്മുടെ കുബൂസിൽ ആദ്യം ഒന്ന് നന്നായി തേച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ക്യാബേജും ചിക്കനും എല്ലാം തന്നെ ചേർത്തിട്ടുള്ള മിക്സ് അത് നമ്മൾ നന്നായിട്ട് നമ്മൾ കുബൂസിൻ്റെ മുകളിൽ പരത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ടൊമാറ്റോ സോസും ചേർത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കുബൂസിലും കുറച്ച് മയോണൈസ് ചേർത്തിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് ഷവർമ റെഡിയായി. നമുക്ക് ഇതിൻ്റെ ഒന്ന് അളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മയോണൈസ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മയോണൈസിൻ്റെ അളവ് കൂട്ടാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവ് കൂട്ടാം. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ തന്നെ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെയുള്ള ഈ ഒരു പ്ലേറ്റ് ഷവർമ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുബൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ചാനലിലുണ്ട്, അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മോസ്കോ വ്ളോഗ്സ്.